ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ആ ട്രേഡ് റിവേഴ്സൽ ആകുന്ന ഒരു സിറ്റുവേഷൻസിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ട്രെൻഡിനൊപ്പം നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 107,588 എന്നുള്ള പ്രൈസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഈ ചാർട്ടിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇവിടുത്തെ ട്രെൻഡ് എന്നുള്ളത്. ഓക്കെ, ഇവിടുത്തെ ട്രെൻഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൊമെൻറ്റത്തിൽ പൊതുവേ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ബൈ എടുക്കാനായിട്ട് തുടങ്ങും. ഇതുപോലൊരു പുൾ ബാക്കുകൾ കാണുമ്പോഴത്തേന് ഇവിടുന്ന് മാർക്കറ്റ് നേരെ വൺ സൈഡ് മൊമെൻറ്റം നടത്തി ഈ ഒരു ഫോളിനെ റിക്കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ബൈ എടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ട്രേഡ് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ എല്ലാം ഓരോ പുൾ ബാക്കിൽ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. ഓരോ പുൾ ബാക്ക് നോക്കിയാൽ ഓരോ പുൾ ബാക്കിലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓരോ പുൾ ബാക്കിലും നിങ്ങൾ സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിയതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ബൈ ട്രേഡിലേക്ക് പോകില്ല. ഒരു ക്യാൻഡിൽ രണ്ട് ക്യാൻഡിൽ ഗ്രീൻ ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ബൈയിലേക്ക് പോകരുത്. ഇവിടെ നോക്കിയാൽ എന്താണ് സെൽ 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 ഈ കൃത്യമായിട്ട് മാർക്കറ്റ് സെൽ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ബൈ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളൊരു ബൈ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്? അതിന് നമുക്ക് ആദ്യം വേണ്ടത് കൃത്യമായ ലെവൽസും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്താണ് ലെവൽസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇതാണ് മാർക്കറ്റ് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? കൃത്യമായി നിൽക്കുന്ന ഈ ഡിമാൻഡ് ഏരിയയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മാർക്കറ്റ് റിവേഴ്സൽ അടിക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടോ എന്ന്. മാർക്കറ്റ് തൊട്ട് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലിങ്, എവിടെ നിന്നാണോ സെല്ലിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സെല്ലിങ്ങിനെ മാർക്കറ്റ് ഓവർകം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബൈ ട്രേഡിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ബൈ ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ബൈ ട്രേഡിനെ പറ്റി ആലോചിക്കാവുള്ളൂ. കാരണം നിയറസ്റ്റ് ആയിട്ട് എവിടെ നിന്നാണോ സെല്ലിംഗ് പ്രഷർ വന്നത് ആ സെല്ലിംഗ് പ്രഷറിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യുക, പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടും. ഒരു ലോജിക്ക് ഉണ്ടാകണം നമ്മൾ ചെയ്യുന്നതിന്. ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ വന്നു എന്നുള്ളതുകൊണ്ടായിരിക്കരുത് നമ്മളവിടെ സെൽ ബൈ ഓർഡറുകൾ പ്ലേസ് ചെയ്യേണ്ടത്.